ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ വളരെ പരിതാപകരമായ പ്രകടനമാണ് പുറത്തെടുക്കുന്നത്. ഇപ്പോൾ തന്നെ 6 തോൽവികൾ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. 11 മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം 11 പോയിന്റുകൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. തുടർ തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. ഇക്കാര്യത്തിൽ ആരാധകർക്ക് വലിയ നിരാശയുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് വളരെ മോശമാണ്. വ്യക്തിഗത പിഴവുകൾ ഒരുപാട് തവണ നമ്മൾ ഈ ഒരു സീസണിൽ ഉടനീളം കണ്ടു. ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഗോളുകൾ ബ്ലാസ്റ്റേഴ്സ് വഴങ്ങുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് വളരെ മോശമാണ് എന്നുള്ളതിൻ്റെ തെളിവ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ചില കണക്കുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഈ സീസണിൽ ISL ഏറ്റവും കൂടുതൽ ഗോളുകൾ വഴങ്ങിയ ക്ലബ്ബ്, ആ റെക്കോർഡ് മറ്റാർക്കുമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെ ഉള്ളതാണ്. 21 ഗോളുകളാണ് 11 മത്സരങ്ങളിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയിട്ടുള്ളത്. ഒന്നാം സ്ഥാനത്ത് ബ്ലാസ്റ്റേഴ്സാണ്. രണ്ടാം സ്ഥാനത്ത് ജംഷഡ്പൂർ FC ആണ് വരുന്നത്. 20 ഗോളുകൾ അവർ വഴങ്ങി. ഹൈദരാബാദ് FC 19 ഗോളുകളാണ് വഴങ്ങിയിട്ടുള്ളത്. മുഹമ്മദൻ SC 18 ഗോളുകൾ, ചെന്നൈയിൻ FC 18 ഗോളുകൾ, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 18 ഗോളുകൾ, ഒഡീഷ FC 16 ഗോളുകൾ, മുംബൈ സിറ്റി 13, FC ഗോവ 13, ബംഗളൂരു FC 13, ഈസ്റ്റ് ബംഗാൾ FC 12, പഞ്ചാബ് FC 9, മോഹൻ ബഗാൻ 8 ഗോളുകൾ. മോഹൻ ബഗാനൊക്കെ എടുത്ത് പ്രശംസിക്കേണ്ടതുണ്ട്. കേവലം 8 ഗോളുകൾ മാത്രമാണ് അവർ വഴങ്ങിയിട്ടുള്ളത്. 21 ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ ഇതിനോടകം തന്നെ വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. മറ്റൊരു കണക്ക് കൂടി പറയാനുണ്ട്. ഈ സീസണിൽ ഏറ്റവും കുറവ് ക്ലീൻ ഷീറ്റ് നേടിയ ക്ലബ്ബ് അത് കേരള ബ്ലാസ്റ്റേഴ്സാണ്. കേവലം ഒരു ക്ലീൻ ഷീറ്റ് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരുപാട് കാലമായി ക്ലീൻ ഷീറ്റ് നേടാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ബ്ലാസ്റ്റേഴ്സിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഹൈലൈൻ ഡിഫൻസ് ആണ് ഉപയോഗപ്പെടുത്തുന്നത്. സ്റ്റാറെ വന്നതിന് ശേഷമാണ് ആ ഒരു രീതിയിലേക്ക് മാറിയത്. പക്ഷേ അതിനനുസരിച്ചുള്ള താരങ്ങൾ ടീമിനകത്തില്ല എന്നുള്ളതാണ് വസ്തുത. കൗണ്ടർ അറ്റാക്കുകളിലൂടെ വളരെ എളുപ്പത്തിൽ എതിരാളികൾ ഗോളുകൾ നേടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.